ഹലോ ഗൈസ്, എൻ്റെ പേര് ഷാലോമോൻ. ഞാൻ കുവൈറ്റിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം ഫസ്റ്റ് വീഡിയോ എന്ത് ചെയ്യുമെന്ന് ഞാൻ കൺഫ്യൂസ് ആയിട്ട് നിന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ഇടാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അപ്പം എൻ്റെ വീഡിയോയുടെ കണ്ടൻറ്റ് ഇതാണ്. ഞാൻ എങ്ങനെയാണ് കുവൈറ്റിലേക്ക് വന്നത്, എൻ്റെ പ്രോസസ്സിങ് എങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരുപാട് നഴ്സസിന് നാട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് ആഗ്രഹമുണ്ടായിരിക്കും കുവൈറ്റിൽ ഒരു രജിസ്റ്റേർഡ് നഴ്സ് ആവുക എന്നുള്ളത്. അപ്പം അതിനെ പറ്റിയിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ ഏത് ഏജൻസി ത്രൂ ആണ് വന്നത്, ഞാൻ എന്തെല്ലാം സ്റ്റെപ്സ് ആണ് ചെയ്തത് എന്നുള്ളൊരു കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് എക്സ്പീരിയൻസിലേക്ക് പോകാം. ഹോസ്പിറ്റൽ വേക്കൻസിയിലൊക്കെ ചോദിക്കുന്ന എക്സ്പീരിയൻസ് 3 ഇയേഴ്സ് ആണ്. അതുപോലെ തന്നെ ക്ലിനിക്കൽ വേക്കൻസി ലൈക്ക് ഡെൻറ്റൽ, ഡെർമ, ലേസർ അങ്ങനെയുള്ള ക്ലിനിക്കൽ വേക്കൻസിയിലേക്ക് ചോദിക്കുന്നത് 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ്. അപ്പം എക്സ്പീരിയൻസ് മോസ്റ്റ്ലി നമ്മൾ ഇപ്പം ഹോസ്പിറ്റലുകാർ ചോദിക്കുന്ന റെലവൻറ്റ് ഫീൽഡിലാണ് നമുക്ക് എക്സ്പീരിയൻസ് എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേക്കൻസി അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നമുക്ക് ക്ലിയർ ചെയ്ത് കുവൈറ്റിലേക്ക് പെട്ടെന്ന് വരാനായിട്ട് പറ്റും. നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ കുവൈറ്റ് പ്രോമെട്രിക് എക്സാം പാസ്സാവുന്നുള്ളതാണ്. അത്യാവശ്യം ടഫായിട്ടുള്ളൊരു എക്സാമാണ് കുവൈറ്റ് പ്രോമെട്രിക് എക്സാം. നഴ്സസിന് മാത്രമല്ല, ഡോക്ടേഴ്സ്, റേഡിയോഗ്രാഫേഴ്സ്, ലാബ് ടെക്നീഷ്യൻസ് അങ്ങനെയുള്ള എല്ലാവരും തന്നെ കുവൈറ്റിലേക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും തന്നെ ഈ എക്സാമും ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. കുവൈറ്റ് പ്രോമെട്രിക് എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ടോട്ടലായിട്ട് 3 അവേഴ്സ് ആണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് 2 സെക്ഷനായിട്ടായിരിക്കും വരുന്നത്. ഫസ്റ്റ് സെക്ഷനും സെക്കൻഡ് സെക്ഷനും. ഫസ്റ്റ് സെക്ഷന് 1.5 മണിക്കൂർ, അതുപോലെ തന്നെ സെക്കൻഡ് സെക്ഷനും 1.5 മണിക്കൂർ. അങ്ങനെ ടോട്ടൽ 3 അവേഴ്സ് ആണ് വരുന്നത്. ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൻ്റെ അകത്തേക്ക് പാസിംഗ് സ്കോർ ആയിട്ട് പറയുന്നത് ഇപ്പം 55% ആണ് പാസിംഗ് സ്കോർ വേണ്ടത്. നേരത്തെ ഒരു 1 ഇയർ മുന്നേ ഞാൻ എക്സാം എഴുതിയത് ജാനുവരി 2024 അപ്പോൾ 60% ആയിരുന്നു പാസിംഗ് സ്കോർ. ഇപ്പം അത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നഴ്സസിന് മാത്രം 55% ആയിട്ട് അത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നഴ്സസിൻ്റെ പാസിംഗ് സ്കോർ എന്ന് പറഞ്ഞത് 55% ആണ്. അതായത് നമ്മളൊരു 150 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിലൊരു 83 ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോമെട്രിക് എക്സാം പാസ്സാവാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആ എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നഴ്സിങ്ങിൻ്റെ എല്ലാ ഫീൽഡിൽ നിന്നും, ലൈക്ക് മെൻ്റൽ ഹെൽത്ത്, ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, OBG, മാനേജ്മെൻറ്റ്, അങ്ങനെ എല്ലാ ഏരിയയിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആ എക്സാമിന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് കുവൈറ്റ് പ്രോമെട്രിക് എക്സാമിന് ടോട്ടൽ എത്ര അറ്റംപ്റ്റ് ഉള്ളതെന്നുള്ള കാര്യം. ടോട്ടലി 3 അറ്റംപ്റ്റ് ആണുള്ളത്. ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ ഫെയിൽ ചെയ്യുവാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ 6 വീക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് സെക്കൻഡ് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇയർലി 3 അറ്റംപ്റ്റിലും നമ്മൾ ഫെയിൽ ആകുകയാണെങ്കിൽ നമുക്ക് 1 ഇയറിന് ശേഷം മാത്രമേ നെക്സ്റ്റ് നമുക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ എല്ലാവർക്കോടും ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ കുവൈറ്റ് പ്രോമെട്രിയുടെ എക്സാം നമ്മൾ കഴിഞ്ഞ് ക്വാളിഫൈഡ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ കുവൈറ്റിലേക്ക് വരാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ലൈസൻസിന് വേണ്ടിയിട്ട് മിനിസ്ട്രിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുവൈറ്റ് പ്രോമെട്രിക് എക്സാം എന്നുള്ളൊരു കാര്യം വളരെ മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. നാട്ടിൽ നിന്ന് പല ഏജൻസി ത്രൂ അവരൊക്കെ നമ്മുടെ അടുത്ത് പറയും ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ക്ലിയർ ചെയ്താൽ മതി എന്ന് പറയും. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഹോസ്പിറ്റലുകാർ നിങ്ങൾക്ക് പറയുന്ന സാലറിയിൽ നിന്ന് ഹാഫ് എമൗണ്ട് ഓഫ് സാലറി അല്ലെങ്കിൽ സാലറി ഇല്ലാതെ തന്നെ നമുക്കിവിടെ വർക്ക് ചെയ്യേണ്ടി വരും. എന്നാണോ നമ്മൾ ലൈസൻസ് എഴുതിയെടുക്കുന്നത് ആ ടൈമിൽ മാത്രമേ ഉള്ളൂ നമുക്ക് സാലറി കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുവൈറ്റിലേക്ക് വരുന്ന സമയത്തേക്ക് നിങ്ങളുടെ പ്രോമെട്രിക് എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം വരുവാനായിട്ട് ശ്രമിക്കുക. അപ്പം ലാസ്റ്റായിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് ചോദിച്ചാൽ, കുവൈറ്റിലേക്ക് പ്രോമെട്രിക് എക്സാം എഴുതി വരാൻ നിൽക്കുന്നവർ നിങ്ങൾ പ്രോപ്പറായിട്ടൊരു കോച്ചിങ് കിട്ടിയതിന് ശേഷം മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. ലൈക്ക് നമ്മുടെ നഴ്സിങ്ങിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ നിങ്ങൾ എക്സാം ഇത് ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ. പക്ഷെ ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കുകയാണ്. കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയാവുന്ന 1-2 ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്താണ്. നല്ല രീതിക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് ഈ എക്സാം പാസ്സാവാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ നിങ്ങളുടെ 100% കൊടുക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം നോക്കിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും.
അതുപോലെ തന്നെ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ക്ലിയർ ആക്കുന്നതായിരിക്കും. സോ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.